അസ്സാം വലൈക്കും വറഹമത്തുള്ള. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. 2025 ജൂൺ UGC നെറ്റ് എക്സാമിലെ അറബിക്കിൻ്റെ പേപ്പറാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 101ാമത്തെ ചോദ്യം. മാഹുവൽ ഹദഫുർ റഈസി മിൻ ഇഖാമത്തി മജ്ലിസി തആവുനിൽ ഖലീജി. മജ്ലിസു തആവുൻ അൽ ഖലീജി എന്ന് പറയുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCC, ഈ GCC സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? GCC സ്ഥാപിക്കുന്നത് 1981 മെയ് 25-നാണ്. GCC ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലാണ്. ഖലീജ് എന്ന് പറഞ്ഞാൽ ഗൾഫ്, നമുക്കറിയാം. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ 6 രാജ്യങ്ങൾക്കാണ് ഇതിൽ അംഗത്വമുള്ളത്. ഗൾഫിലെ 6 രാജ്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ UAE, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്. 6 രാജ്യങ്ങൾക്കാണ് ഇതിൽ അംഗത്വമുള്ളത്. നമുക്കറിയാവുന്ന പോലെ UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ. ഈ 6 രാജ്യങ്ങളാണ് ഇതിൽ അംഗത്വമുള്ളത്. ഇതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് റിയാദ്, മഖർ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്ന റിയാദ് സൗദിയാണ്. സൗദിയിലെ റിയാദാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ മജ്ലിസു തആവുനുൽ ഖലീജ് സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ഗൾഫിലെ ഈ 6 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ലക്ഷ്യം ഈ 6 രാജ്യങ്ങളുടെയും സുരക്ഷ, രാഷ്ട്രീയം, അവരുടെ സാമ്പത്തികം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ചർച്ച ചെയ്യുക, പരിഹാരങ്ങൾ കാണുക എന്നൊക്കെയാണ്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. തഅസീസു തആവുൻ അസ്സഖാഫി, സാംസ്കാരികമായ പരസ്പരമുള്ള സഹകരണം. ബൈന ദുവലിൽ അഅ്ളാ, സാംസ്കാരിക സഹകരണം എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല. തഅസീസുൽ അലാഖ റിയാളിയ, സ്പോർട്സ് ബന്ധം ഊട്ടിയുറപ്പിക്കുക. ബൈന ദുവലിൽ അഅ്ളാ. ജീമ് വരുന്നത് തഹ്ഖീഖു തകാമുൽ അൽ ഇഖ്തിസാദി വൽ സിയാസി, പൊളിറ്റിക്കൽ ആൻഡ് സാമ്പത്തികം, ഇക്കണോമിക്, സാമ്പത്തികമായ സഹകരണം, പരിപൂർണത കൈവരിക്കുക. ബൈനുദ്ദുവലിൽ അഅ്ളാ, അംഗങ്ങൾക്കിടയിൽ. തൻലീമുർ റഹലാത്തി സിയാസിയ, ടൂറിസം ഈ 6 രാജ്യങ്ങൾക്കിടയിൽ മെച്ചപ്പെടുത്തുക, അത് സംഘടിപ്പിക്കുക. തർവീജു സിനിമ വൽ അഫ്ലാം, ഈ രാജ്യങ്ങൾക്കിടയിൽ സിനിമ, ഫിലിം പ്രൊമോട്ട് ചെയ്യുക. ബൈനുദ്ദുവലിൽ അഅ്ളാ. ഈ അവസാനത്തെ 2 തെറ്റാണ്. ശരിയായത് ജീമാണ്. ഈ 6 രാജ്യങ്ങളുടെയും അംന്, സിയാസ, ഇഖ്തിസാദ്, അതിന് വേണ്ടിയിട്ടാണ് മജ്ലിസു തആവുനുൽ ഖലീജി GCC സ്ഥാപിതമായിട്ടുള്ളത്. 1981, ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1981 മെയ് 25-നാണ് സ്ഥാപിതമായത്. സൗദിയാണ് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം വരുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ 3 ജീം ഫഖത്ത്, തഹ്ഖീഖു തകാമുൽ അൽ ഇഖ്തിസാദി വ സിയാസി ബൈന ദുവലിൽ അഅ്ളാ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 102. മാഹിയൽ കലിമത്തുൽ അഖ്റബ് വൽ അൻസബ് ലിതസ്രീഹിൽ അമാല. തസ്രീഹുൽ അമാല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് പദം ഏതാണ് എന്നതാണ് ചോദ്യം. തസ്രീഹ് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക, ജോലിയിൽ നിന്നും പിരിച്ചുവിടുക എന്നതാണ് തസ്രീഹ്, ടെർമിനേറ്റ് ചെയ്യുക. അമാലത്ത് എന്ന് പറഞ്ഞാൽ ജോലി. അപ്പോൾ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക, ഇതാണ് തസ്രീഹുൽ അമാല. തസ്രീഹിന് എന്താണ് അറബിയിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലേ ഓഫ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ തസ്രീഹ് എന്ന് പറയാം. അതിന് തന്നെ വേണമെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് എന്നും പറയാവുന്നതാണ്. ടെർമിനേറ്റ്, ഒരാളുടെ ജോലി അവസാനിപ്പിക്കുക, അദ്ദേഹത്തോട് പിരിഞ്ഞു പോകാൻ പറയുക, ഇതിനാണ് തസ്രീഹ് എന്ന് പറയാം. അപ്പോൾ തസ്രീഹ്, ജോലിയിൽ നിന്ന് പാടെ പിരിച്ചുവിടുക, ഇതാണ് ലേ ഓഫ്. ഇനി സസ്പെൻഡ് ചെയ്യുക, അത് നമ്മുടെ ജോലിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചട്ടങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിന് കാരണത്താൽ ഒരാളെ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതിന് അറബിയിൽ പറയുന്നത് തഅലീഖ്. സസ്പെൻഡ് ചെയ്യുന്നതിന് തഅലീഖ് എന്നാണ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതിന് പറയുക. പിന്നെ ജോലിയിൽ നിന്നും വിരമിക്കുക, റിസൈൻ ചെയ്യുക. റിസൈൻ ചെയ്യുന്നതിന് ഇസ്തിഖാല, റിസൈൻ, അതിന് പറയുന്നത് ഇസ്തിഖാലത്ത്, റിസൈൻ ചെയ്യുന്നതിന് ഇസ്തിഖാലത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ജോലിയിൽ നിന്നും വിരമിക്കുക, അതിൻ്റെ നമ്മുടെ വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായമെത്തിയതിനു ശേഷം വിരമിക്കുക, റിട്ടയറിന് തഖാഉദ്. തഖാഉദ്.
വിരമിക്കുക. ഇങ്ങനെയാണ് പദങ്ങൾ പ്രയോഗിക്കാറുള്ളത്. ജോലി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ തസ്രീഹ് എന്നുള്ളത് ലേ ഓഫ്, അതിനാണ് ടെർമിനേറ്റ്, അവസാനിപ്പിക്കുക എന്നുള്ള മീനിങ്. പിന്നെ ഉണ്ടായിരുന്നത് സസ്പെക്റ്റ്. സസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സംശയിക്കുക എന്നൊക്കെയാണ്. അറബിയിൽ ഇർത്താബ എന്നൊക്കെ പറയാം. ഇർത്താബ, സസ്പെക്റ്റ്, അല്ലെങ്കിൽ ഷക്ക എന്നൊക്കെ പറയും. അതേ മീനിങ് ആണ്. തവഹമ, ഇർത്താബ, ഷക്ക. പിന്നെ സസ്പെൻഡ്. സസ്പെൻഡ് നമ്മൾ പറഞ്ഞു തഅലീഖ് എന്നതാണ് സസ്പെൻഡിന് പറയുന്നത്. തഅലീഖ്. സറണ്ടർ, കീഴടങ്ങുക, ഇസ്തസ്ലമ, ഇസ്തസ്ലം. ഇസ്തസ്ലമ, കീഴടങ്ങുക എന്നുള്ളതിന് സറണ്ടർ, ഇസ്തസ്ലമ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ്. 103ാമത്തെ ക്വസ്റ്റ്യൻ. റിവായ ആലമുൻ ബിലാ ഖറായിത്ത്. ആലമുൻ ബിലാ ഖറായിത്ത് എന്ന നോവൽ, ഭൂപടമില്ലാത്ത ലോകം, ഭൂപടമില്ലാത്ത ലോകം, അതിർത്തികളോ അല്ലെങ്കിൽ അതിർവരമ്പുകളോ ഇല്ലാത്ത ലോകം. ആലമുൻ ബിലാ ഖറായിത്ത്. ഈ നോവല് കതബഹ റിവായി അബ്ദുറഹ്മാൻ മുനീഫ്. അബ്ദുറഹ്മാൻ മുനീഫ് മുമ്പ് പരാമർശിക്കപ്പെട്ട ഈ പേപ്പറിൽ തന്നെ വന്ന ആളാണ്. അദ്ദേഹം സൗദി നോവലിസ്റ്റാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ നോവൽ എഴുതിയത് ബിൽ ഇഷ്തിറാക്കി, മറ്റൊരാൾ കൂടെ അദ്ദേഹത്തോടു കൂടെ സഹകരിച്ചുകൊണ്ട് 2 പേര് കൂടി ചേർന്ന് എഴുതിയ ഒരു നോവലാണ്. 2 പേര് ചേർന്ന് എഴുതിയ ഒരു നോവൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തൗഫീഖുൽ ഹക്കീമും ത്വഹ ഹുസൈനും ചേർന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന അൽ ഖസ്റുൽ മസ്ഹൂർ, അൽ ഖസ്റുൽ മസ്ഹൂർ എന്ന നോവലാണ് ആദ്യമായിട്ട് റിവായത്തുൻ ഇഷ്തിറാക്കിയ, 2 ആളുകൾ ചേർന്ന് എഴുതുന്ന ആദ്യത്തെ നോവൽ അൽ ഖസ്റുൽ മസ്ഹൂർ എന്നുള്ളതാണ്. അതിന് റിവായ മുഷ്തറക, ഊല റിവായ മുഷ്തറക. ആദ്യമായി 2 ആളുകൾ ചേർന്ന് എഴുതുന്ന നോവൽ. പഠനങ്ങളൊക്കെ 2 ആളുകൾ ചേർന്ന് പഠനം എഴുതുന്നത് സ്വാഭാവികം. പക്ഷേ നോവല് 2 ആളുകൾ ചേർന്ന് എഴുതുന്നത് അപൂർവമാണ്. അതിൽ ആദ്യത്തേത് ത്വഹ ഹുസൈനും തൗഫീഖുൽ ഹക്കീമും ചേർന്ന് എഴുതിയിട്ടുള്ള അൽ ഖസ്റുൽ മസ്ഹൂർ. ത്വഹ ഹുസൈനും തൗഫീഖുൽ ഹക്കീമും ഇവർ 2 പേരും ചേർന്ന് എഴുതിയിട്ടുള്ള അൽ ഖസ്റുൽ മസ്ഹൂർ ആണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തേതാണ് നമ്മുടെ ഈ ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആലമുൻ ബിലാ ഖറായിത്ത്. ആലമുൻ ബിലാ ഖറായിത്ത്, അത് ആലമുൻ ബിലാ ഖറായിത്ത് അത് എഴുതിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ മുനീഫാണ്. അദ്ദേഹം കൂടെ എഴുതിയത് ആര് എന്നാണ് ചോദ്യം. ആലമുൻ ബിലാ ഖറായിത്ത്. അപ്പോൾ ഇത് രണ്ടാമത്തെ റിവായ മുഷ്തറക്കയാണ്. അത് എഴുതിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ മുനീഫ്. അദ്ദേഹത്തോടു കൂടെ ഓപ്ഷനിൽ നിന്ന് ജബ്ര ഇബ്രാഹിം ജബ്ര, അദ്ദേഹം ഫലസ്തീൻ എഴുത്തുകാരാണ്. അബ്ദുറഹ്മാൻ മുനീഫും പിന്നെ ജബ്ര ഇബ്രാഹിം ജബ്ര, ഇവർ 2 പേരും ചേർന്ന് എഴുതിയതാണ് ആലമുൻ ബിലാ ഖറായിത്ത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ആലമുൻ ബിലാ ഖറായിത്ത് 1982 ഈ നോവല് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1982. പിന്നെ നമ്മൾ ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദാലാണ്. ദാല് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ലൈലൽ ഉസ്മാൻ. ലൈലൽ ഉസ്മാൻ മുമ്പ് പരിചയപ്പെട്ടതാണ്. കുവൈത്തി എഴുത്തുകാരിയാണ് ലൈലൽ ഉസ്മാൻ കുവൈത്തിയ. പിന്നെ യൂസുഫ് ഇദ്രീസ് അർഹസുൽ ലയാലി എന്നുള്ള ഷോർട്ട് സ്റ്റോറിയിൽ പ്രസിദ്ധനായ ആളാണ് യൂസുഫ് ഇദ്രീസ്. മിസ്രിയുൻ, ഈജിപ്തുകാരനാണ്, ഈജിപ്താണ്. പിന്നെ അദ്ദേഹം ഡ്രാമകളും റിവായക്കുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ അർഹസുൽ ലയാലി, ഹാദിസത്തു ഷറഫ്, ഇതൊക്കെ യൂസുഫ് ഇദ്രീസിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. ഹാദിസത്തു ഷറഫ് കൃതികളാണ്. ആഖിറുദ്ദുനിയ അലൈസ കദാലിക്, പിന്നെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് നജീബ് മഹ്ഫൂസാണ്. നജീബ് മഹ്ഫൂസിനെ ദീർഘമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരാൾ കൂടി തന്നെയാണ്. അറബിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഏക വ്യക്തിത്വമാണ് നജീബ് മഹ്ഫൂസ്. 104ാമത്തെ ചോദ്യം. റത്തിബ് മസ്രഹിയാത്ത് അസീസ് അബാലയുടെ മസ്രഹിയകളാണ് താഴെ പറയപ്പെട്ടതെല്ലാം. അതിനെ ഹസ്ബ തർത്തീബ് സുദൂരിഹ, ആ തീയതി, അത് പ്രസിദ്ധീകരിക്കപ്പെട്ട തീയതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അസീസ് അബാലയുടെ
നമ്മൾ പറഞ്ഞിരുന്നു അലി അഹമ്മദ് നമ്മുടെ അഹമ്മദ് ഷൗക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മസ്രഹിയാത്ത് ഷെയരിയയിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അസീസ് അബാല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 1898 മുതൽ 973 വരെയാണ് അസീസ് അബാല. അദ്ദേഹം അൽ മസ്രഹിയ അഷ്അരിയ അതിൽ കൂടുതൽ സംഭാവനകൾ നൽകിയ സാഹിത്യകാരനാണ്. ഈജിപ്തുകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ വർഷമാണ് കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഷജറത്തുദ്ദുർ 1950 ഖുറൂബുൽ അന്ദുലുസ് 52. ഖൈസ് വലുബ്ന നമ്മുടെ അഹമ്മദ് ഷൗക്കിയുടെ ലൈല മജ്നൂൻ എന്നുള്ളതിനോട് സമാനമായ ഒരു ഗ്രന്ഥമായിട്ട് ഇദ്ദേഹം ഇറക്കിയതാണ് 1943. പിന്നെ ഷെഹ്റയാർ 1955. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വേറെയും ചില ഗ്രന്ഥങ്ങളുണ്ട്. ഔറാഖുൽ ഖരീഫ് അത് 1957. ഓക്കെ, അപ്പോൾ ഇത് ക്രമപ്പെടുത്താനായിരുന്നു. അപ്പോൾ ആദ്യം വരേണ്ടത് ജീമാണ്. പിന്നെ വരേണ്ടത് ഹംസയാണ്, ഷജറത്തുദ്ദുർ. പിന്നെ ബാ ഖുറൂബുൽ അന്ദുലുസ്, ദാല് ഷെഹ്റയാർ. അപ്പോൾ ഈ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. അസീസ് അബാലയുടെ ഗ്രന്ഥങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഖൈസ് വലുബിന് അദ്ദേഹം ഒരു തുടക്ക ഗ്രന്ഥമാണ്. അഹമ്മദ് ഷൗക്കിയുടെയൊക്കെ ഒരു ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് 1943. അടുത്ത ചോദ്യം, ഉഖീമത്ത് ജാമിഅത്തുദ്ദുവലിൽ അറബിയ സ്ഥാപിതമാകുന്നത് ഏത് വർഷമാണ്? അതിൻ്റെ തീയതിയാണ് ചോദിക്കുന്നത്. വർഷം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. കാരണം എല്ലാം വ്യത്യസ്ത വർഷങ്ങളാണ്. തീയതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ജാമിഅത്തുദ്ദുവലിൽ അറബിയ, അറബ് ലീഗ്. അറബി രാജ്യങ്ങളുടെ സംഘടനയാണ് അറബ് ലീഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഈജിപ്ത് കൈറോയാണ്. പിന്നെ കൈറോ ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം. അത് സ്ഥാപിതമായത് മുതൽ ഈ കാലം വരെ. അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു പീരീഡിൽ മാത്രം തൂനിസ് ആയിരുന്നു. 1979 മുതൽ 990 വരെയുള്ള ഈ ഒരു ചെറിയ പീരീഡ് അതിൻ്റെ മക്കറായിട്ട് ടുണീഷ്യ ആയിരുന്നു അതിൻ്റെ മക്കർ ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ കൈറോ തന്നെയായിരുന്നു. പിന്നെ സ്ഥാപിതമായ വർഷം 1945 മാർച്ച് 22. 1945 മാർച്ച് 22 സ്ഥാപിതമായത്. അറബ് രാജ്യങ്ങളുടെ മുഴുവനായിട്ടുള്ള സംഘടനയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ അൽ അമീൻ, അതിൻ്റെ സെക്രട്ടറി ജനറൽ അൽ അമീനുൽ ആം, ഇതിൻ്റെ സെക്രട്ടറി അഹ്മദ് അബുൽ ഗൈത്ത് എന്നിവരാണ്. അഹ്മദ് അബുൽ ഗൈത്ത്. ഈ അടുത്ത് ദോഹയിൽ, ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ട സമയത്ത് ഖത്തറിൽ വെച്ചിട്ട് ഏറ്റവും അവസാനത്തെ അറബ് ലീഗിൻ്റെ യോഗം നടന്നിരുന്നു. ഈ സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും അവസാനം ഈ ഒരു വിഷയം, അറബ് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന വിഷയമാണ് ഫലസ്തീൻ വിഷയം. അതോടുകൂടെ തന്നെ അറബ് രാജ്യം എന്നുള്ള രീതിയിൽ ദോഹയിലേക്ക്, ഖത്തറിലേക്ക് ഇസ്രായേൽ ബോംബിട്ട സമയത്ത് 2025 സെപ്റ്റംബർ മാസത്തിൽ അൽ ഖിമ്മൽ അറബി ഉച്ചകോടി, അറബ് ലീഗും അതോടുകൂടെ തന്നെ OIC ഇസ്ലാമിക് ഓർഗനൈസേഷൻ രണ്ടും കൂടി സമ്മേളിച്ചുകൊണ്ടുള്ള അതിൻ്റെ യോഗം ഖത്തറിൽ വെച്ച് നടന്നിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1945. നമ്മൾ പറഞ്ഞിരുന്നു UNO സ്ഥാപിതമാകുന്നതിൻ്റെ ഏകദേശം 6 മാസം മുമ്പ് അറബ് ലീഗ് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 മാസം മുമ്പ് അറബ് ലീഗ് സ്ഥാപിതമായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 106. അസ്ബഹ അശ്ശാഇർ അംറു ബിൻ കുൽസൂം ഖായിദ ഖൗമിഹി തഗ്ലബ് ഇൻദമാ ബലഗ ഡാഷ് മിൻ ഉംരിഹി. എത്ര വയസ്സായപ്പോഴാണ് അംറു ബിൻ കുൽസൂം തഗ്ലബ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം? ഏത് വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗോത്രത്തിൻ്റെ നേതാവായിട്ടുണ്ട്? ചെറുപ്രായം മുതൽ അദ്ദേഹം നേതാവായിട്ടുണ്ട്. അൽ ഖാമിസ മിൻ ഉംരിഹി, 15 വയസ്സായപ്പോഴേക്ക് അദ്ദേഹം തൻ്റെ
നേതാവായി മാറിയിട്ടുണ്ട്. അംറുബ്നു കുൽസും തഗ്ലബി എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ അലാ ഹുബ്ബി ബിസഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന അദ്ദേഹത്തിൻ്റെ ഒരു മുഅല്ലഖയുടെ ആദ്യത്തെ വരിയാണ്. ഖസീദ നൂനിയയാണ്, അവസാനം മുഴുവൻ നൂന് കൊണ്ട് അവസാനിക്കുന്ന മുഅല്ലഖയാണ് അദ്ദേഹത്തിൻ്റേത്. പിന്നെ അതോടുകൂടെ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് തന്നെ ഒരു വരിയുണ്ട്, മുമ്പ് UGC പരീക്ഷയിൽ ചോദിക്കപ്പെട്ടതാണ്. ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ, ഇദ്ദേഹം 15-ാം വയസ്സിൽ തന്നെ അദ്ദേഹം നേതാവായിട്ടുണ്ട്. അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു വരി അദ്ദേഹമുണ്ട്, ഇദാ ബലഗൽ ഫിതാമ ലനാ സബിയ്യുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടി മുലകുടി നിർത്തുന്ന പ്രായമാകുമ്പോഴേക്കിന് അവൻ ഒരു നേതാവായി മാറുകയും മറ്റുള്ളവർ മുഴുവൻ കാൽക്കീഴിൽ വീഴുകയും ചെയ്യുന്ന ഒരു നേതൃപദവി ഞങ്ങളുടെ ഗോത്രക്കാർക്കുണ്ട്. ഇദാ ബലഗൽ ഫിതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുലകുടി അവസാനിപ്പിക്കുന്ന പ്രായമെത്തിയാൽ ലനാ സബിയ്യുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീൻ. മറ്റെല്ലാ ഭരണാധികാരികളും അവർക്ക് മുമ്പിൽ കീഴടങ്ങി പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹമാണ് അംറുബ്നു കുൽസൂമാണ് ഖതല അംറുബ്നു ഹിന്ദ്. അംറുബ്നു ഹിന്ദ് എന്ന് അറിയപ്പെടുന്ന അറേബ്യൻ രാജാവായിരുന്നു അംറുബ്നുൽ ഹിന്ദ്. അംറുബ്നുൽ ഹിന്ദിനെ ഇദ്ദേഹമാണ് വധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അംറുബ്നുൽ ഹിന്ദ് ഒരിക്കലും സദസ്സിൽ ചോദിക്കുന്നുണ്ട്, ഈ നമ്മുടെ നാട്ടിൽ എനിക്ക് കീഴ്പ്പെടാത്ത എന്നെക്കാളും എന്താ പറയുക ആളുകൾക്കിടയിൽ സ്വീകാര്യതയുള്ള മറ്റാരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് രാജാവ് ഒരിക്കൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മലിക്കാണ്, രാജാവാണ്, ഇദ്ദേഹം ചോദിക്കുക, എന്നെക്കാൾ സ്വീകാര്യതയും ആളുകൾ അനുസരിക്കുകയും ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പോഴാണ് അംറുബ്നു കുൽസും തഗ്ലബി, അദ്ദേഹം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാണ് എന്നവർ മറുപടി കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വാശിക്ക് പുറത്ത്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ കീഴിൽ കൊണ്ടുവരണം, ഒരു അല്പനേരത്തെങ്കിലും അദ്ദേഹത്തെ എൻ്റെ ഒരു കീഴിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ അംറുബ്നു ഹിന്ദിനെയും അവരുടെ ഉമ്മയെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ വീട്ടിലൊരു സൽക്കാരമൊക്കെ ഒരുക്കുകയും ചെയ്തു. ഉമ്മയും ഇവിടുത്തെ വീട്ടിലെ സ്ത്രീകളൊക്കെ മറ്റൊരു റൂമിലാണ്, അംറുബ്നു ഹിന്ദും അംറുബ്നു കുൽസൂമും കവിയും രാജാവും ഒക്കെ മറ്റൊരു റൂമിലാണ് ഇരിക്കുന്നത്. അതിനിടയിലാണ് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ അംറുബ്നു ഹിന്ദിൻ്റെ ഉമ്മ അംറുബ്നു കുൽസൂമിൻ്റെ ഉമ്മയോട് പറയുന്നത്, ആ ഒരു നവിൽനി ദാലിക തൊബക്ക്, ആ ഒരു പാത്രം എനിക്ക് എടുത്തു തരൂ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതൊരു വലിയൊരു അവഹേളനമാണ്. ഒരു അതിഥിയായിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അതിഥിയോട് ആ പാത്രം ഒന്ന് എടുത്തരും. ഇവർ ബോധപൂർവം ചെയ്തത് അവരെ എൻ്റെ കീഴിൽ കൊണ്ടുവരിക, എൻ്റെ ഉമ്മ പറയുന്നതിന് അവർ വഴിപ്പെടുന്ന രീതിയിലേക്കാക്കി തീർക്കുക, അത് ഇവരെ ഇകഴ്ത്താനുള്ള ഒരു അവസരമായിട്ട് കണ്ടെടുത്തണം. അത് കാര്യം മനസ്സിലാക്കിയ അംറുബ്നു കുൽസും കവിയുടെ ഉമ്മ നേരെ പ്രതികരിച്ചു, ലി തഖും സാഹിബുൽ ഹാജത്തി ഇലാ ഹജത്തിഹ, ആവശ്യമുള്ളവർ അവനവൻ്റെ ആവശ്യം എടുത്ത് നിർവഹിച്ചോട്ടെ, ഞാൻ ഇവിടെ ഒരു ഹാദിമായി വന്നതല്ല, അതുകൊണ്ട് എനിക്കത് എടുത്തരാൻ പറ്റില്ല എന്ന് അവരത് പറയുകയും തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അംറുബ്നു കുൽസും ഈ വിഷയം കേൾക്കുകയും അറിയുകയും അദ്ദേഹത്തിന് പന്തികേട് മനസ്സിലാക്കിയിട്ട് നേരെ അവിടെ തൂക്കിയിട്ടിരുന്ന വാളെടുത്തിട്ട് രാജാവിനെ വധിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ലി തഖും സാഹിബുൽ ഹാജത്തി ഇലാ ഹാജത്തിഹ, ലി തഖും സാഹിബുൽ ഹാജത്തി ഇലാ ഹാജത്തിഹ, ആവശ്യമുള്ളവർ അവനാൻ്റെ ആവശ്യം നിർവഹിച്ചോട്ടെ എന്ന ആ ഒരു കോട്ടിങ് അതും വളരെ പ്രസക്തമാണ്, ഇദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മലിക്കുൽ ഹിയറ എന്ന പ്രദേശത്തെ രാജാവായിരുന്നു അംറുബ്നുൽ ഹിന്ദ്, അദ്ദേഹത്തെ വധിച്ചത് ഇദ്ദേഹമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, സാദ വഹുവ ഖൗമഹു വഹുവ സഗീർ, ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഗോത്രത്തിൻ്റെ നേതാവായി മാറിയിട്ടുണ്ട്. വഹുവ ബിനു 15 സന, 15 വയസ്സായ സമയത്ത് തന്നെ നേതൃപദവിയിൽ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ അലാ ഹുബ്ബി ബിസഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന. 107ാമത്തെ ചോദ്യം, നഖ്ദു ശിഅർ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ഖുദാമത്ത് ബിൻ ജഅഫർ എന്നവരുടേതാണ്. എന്ന് ഈ ഗ്രന്ഥത്തിൽ ഏത് ശൈലിയാണ്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ശരി? ബിനാഉൻ ഹൈക്കലിയുൻ മന്തിഖിയുൻ, ഒരു ലോജിക്ക് എന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചറൽ ഘടനയാണ് അതിനുള്ളത്. തസവറഹു ഖുദാമത്ത് ബിൻ ജഅഫർ ബിഅഖ്ലിഹിൽ മുജറദ്, ഖുദാമത്ത് ബിൻ ജഅഫർ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലോജിക്, ഒരു സ്ട്രക്ചറാണ് ഈ ഒരു നഖ്ദു ശിഅർ എന്നുള്ള ഗ്രന്ഥത്തിൽ. ഈ ഗ്രന്ഥത്തിനെതിരെ ധാരാളം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. ഖുദാമത്ത് ബിൻ ജഅഫർ അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നൊക്കെ സ്വാധീനം ഉൾക്കൊണ്ട ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു ഫിലോസഫി, മന്തിഖി എന്ന് പറഞ്ഞെങ്കിൽ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്, ഫിലോസഫിയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നും ഒക്കെ അദ്ദേഹം കവിതയെ നിരൂപിക്കുന്ന തത്വങ്ങളാണ് അദ്ദേഹം ഇതിലുണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ കവിതയ്ക്ക് കുറേ മാനദണ്ഡങ്ങളും കവിതയ്ക്ക് ആവശ്യമുള്ള കവിതയുടെ ഡെഫിനിഷൻ അത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് അൽ കലാമുൽ മൗസൂനുൽ മുഖഫ, അത് ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് കൂടി വരുന്നതാണ്. കലാമുൽ മൗസൂനുൽ മുഖഫ. പിന്നെ അതിന് ശേഷം കുറച്ച് ചേർക്കൂടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഖ്ദു ഷെയർ എന്നുള്ളത് അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. ബിനാഉൻ ഹൈക്കലിയുൻ മന്തിഖിയുൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ഇദ്ദേഹം ഒരു ഫിലോസഫറാണ്, മന്തിഖിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഖൽ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള തത്വങ്ങളാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് കിതാബുൻ ഖാമ ഫിഹി ഖുദാമ ബി മുഖാറനത്തി ശുഅറാ ഇൽ ജാഹിലിൻ. ജാഹിലി കവികൾ, അബ്ബാസി കവികൾ, ഉമവി കവികൾ, ഇതൊന്നുമല്ല. കവികളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ കൂടുതലും വരുന്നത് ത്വബഖാത്ത് എന്നുള്ള ഒരു ഗണത്തിലാണ് വരുന്നത്. ഇത് നഖ്ദു ഷുഅർ, പിന്നെ അദ്ദേഹത്തിന് നഖ്ദു നസ്ർ മറ്റൊന്നുണ്ട്. ഇത് ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ്. ഈ ഒരു നഖ്ദു ഷുഅർ എന്നുള്ള ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് കാണാം. യുഅദ്ദു അവ്വല മുഹാവലത്തിൻ മൻഹജിയ്യ ലിദിറാസത്തി ഷുഅർ. കവിതയെ പഠിക്കുന്ന ഒരു മെത്തഡോളജിക്കൽ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അല അസാസി നളരിയിൻ വാളിഹിൻ മുതകാമിലിൻ. നളരി തിയറി ബേസ്ഡ്, ഓൺലി തിയറി ബേസ്ഡ് കവിതകളെ കുറിച്ചുള്ള ഒരു നിരൂപണമാണ്. നളരിയിൻ വാളിഹിൻ മുതകാമിലിൻ, കംപ്ലീറ്റ് തിയറി ബേസ്ഡ്, പ്രാക്ടിക്കൽ അല്ലായിരുന്നു, തിയറി മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുള്ള കവിതകളെ കുറിച്ചുള്ള കുറേ, അല്ലാതെ കവിതകൾ കൂടുതൽ പഠിക്കുകയോ ജാഹിലി അബ്ബാസി ഉമവി കവികളെക്കുറിച്ചുള്ള ചർച്ചകളല്ല അതിൻ്റെ ഉള്ളടക്കം എന്നാണ് പറയുന്നത്. അദ്ദേഹം കവിതയെ നിരൂപിച്ചത് കലാമുൻ മൗസൂനുൻ മുഖഫ യദുല്ലു അലാ മഅന മൗസൂനുൻ മുഖഫ യദുല്ലു അലാ മഅന എന്നതാണ് ഖുദാമത്ത് ബിൻ ജഅഫർ കവിതയ്ക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് നഖ്ദു ഷുഅർ. മറ്റൊന്നാണ് നഖ്ദു നസ്ർ. പിന്നെ ജവാഹിറുൽ അൽഫാദ്. അടുത്ത ചോദ്യം 108ാമത്തേതാണ്. അദീബുൻ യന്തമി ഇലാ മദീനത്തി അസ്കലാൻ എന്ന് പറയുന്ന ഫലസ്തീനിലെ പ്രദേശം, അവിടെ ബന്ധമുള്ള ഒരു സാഹിത്യകാരൻ മിൻ ബിലാദി ഫലസ്തീൻ. ഓക്കെ, അൽ ഖാദിൽ ഫാദിലാണ്. അസ്കലാനിൽ അദ്ദേഹം ജനിക്കുകയും അവിടെ അദ്ദേഹത്തിനെ വഫാത്താകുന്നത് ബഗ്ദാദിലാണ്. പക്ഷേ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് മദീനത്തു അസ്കലാനിലാണ്. അതിൻ്റെ ഉത്തരം ഖാദിൽ ഫാദിലാണ്. പിന്നെ ബാക്കി പരാമർശിക്കപ്പെട്ട ആളുകൾ അബുൽ അത്താഹിയ 130 മുതൽ 213 വരെയാണ് അബുൽ അത്താഹിയ. അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മായിൽ ഇബ്നു ഖാസിം എന്നാണ് അബുൽ അത്താഹിയുടെ പേര്. ഷാഇറുസ് സുഹ്ദിയാത്ത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ. പിന്നെ അദ്ദേഹം ജനിച്ചത് ഐനുത്തംർ, ഇറാഖിലാണ് ജനിച്ചത്. ഉലിദ ഫി അൽ ഇറാഖിലാണ് ജനനം. പിന്നെ കൂഫയിലേക്ക് പോയി. കാന ബായിഅൻ ലിൽ ജറാർ, നമ്മുടെ പാത്ര വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിൽ നിന്നാണ് പിന്നെ ധാരാളം രാജാക്കന്മാരെ മദ്ഹ് ചെയ്യുകയും ഇഷ്തഗല ബിൽ മുജൂൻ ഫി ഷബാബിഹി, ഇദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ തമ്മാടിത്തരവും ഷാഇറുൽ മുജൂനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് അവസാനം അദ്ദേഹം സുഹുദിലേക്ക് മാറുകയും അങ്ങനെ ഷാഇറുസ്സുഹുദിയാത്ത്, സുഹുദുമായി ബന്ധപ്പെട്ട ധാരാളം കവിതകൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. ഷാഇറുസ്സുഹുദിയാത്ത്. തൂഫിയ ഫി ബഗ്ദാദിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിക്കുകയും ചെയ്യുന്നത്. ഇതാണ് അബുൽ അത്താഹിയ. അബൂ നുവാസ് പലതവണ നമ്മൾ ഈ പേപ്പറിൽ പരിചയപ്പെട്ട ആളാണ്. അബൂ നുവാസ് അദ്ദേഹം 145 മുതൽ 198. അൽ ഹസൻ ഇബ്നു ഹാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൽ ഹസൻ ഇബ്നുൽ ഹാനി. അദ്ദേഹം ജനിച്ചത് മുമ്പ് ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അൽ അഹ്വാസ് എന്ന ഇറാനിലെ പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം ബസറ, ബഗ്ദാദി എന്നീ പ്രദേശങ്ങളിലേക്കൊക്കെ പോയി അവസാനം ബഗ്ദാദിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബസറ, ബഗ്ദാദിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ഷാഇറുൽ ഖംറിയാത്ത്, ഖംർ എന്ന പോലെ തന്നെ അബൂ നുവാസാണ്. അൽ ഗസൽ ബിൽ ഗിൽമാൻ, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഗസൽ എഴുതിയിരുന്ന ആളാണ്.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ മഹ്ബൂബത്തിൻ്റെ പേരായിരുന്നു അൽ ജനാൻ, മഹ്ബൂബത്തുഹു അൽ ജനാൻ. അൽ ജനാൻ എന്ന് പറയുന്ന സ്ത്രീയായിട്ടായിരുന്നു ഇദ്ദേഹം ഇഷ്ടത്തിലായിരുന്നത്, അൽ ജനാൻ. പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ലൗല മുജൂൻ അബി നുവാസ്, അബൂ നുവാസിൻ്റെ തമ്മാടിത്തരയില്ലായിരുന്നെങ്കിൽ അഖദ്തുൽ ഇൽമ അൻഹു. അബൂ നുവാസിനെ കുറിച്ച് പറയപ്പെടാറുള്ളത് ഫഖീഹുൻ ഗലബ അലൈഹി ശിഅർ, നല്ല പണ്ഡിതനായിരുന്നു, പക്ഷേ ശിഅർ അദ്ദേഹത്തിൽ അമിതമായി പോയി. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുള്ളത് ഷാഇറുൻ ഗലബ അലൈഹിൽ ഫിഖ്ഹു. പിന്നെ ഇബ്നു റൂമി, ഇബ്നു റൂമിയും പലതവണ പേപ്പറിൽ വന്ന ഒരാളാണ്. ഇബ്നു റൂമി 221 മുതൽ 283 വരെയാണ് ഇബ്നു റൂമി. അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഹസൻ അലി ഇബ്നുൽ അബ്ബാസ്, അബുൽ ഹസൻ അലി ഇബ്നുൽ അബ്ബാസ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം, അലി ഇബ്നുൽ അബ്ബാസ് ഇബ്നു റൂമി. അദ്ദേഹം ഇബ്നു റൂമി, റൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് റോമക്കാരനാണ്, ഉമ്മ പേർഷ്യക്കാരിയാണ്. ഇതും ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അബുൻ റൂമിയുൻ വ ഉമ്മുൻ ഫാരിസിയത്തുൻ, ഉമ്മ ഫാരിസി വ ഉമ്മുൻ ഫാരിസിയത്തുൻ, ഉമ്മ പേർഷ്യക്കാരിയും ഉപ്പ റോമുകാരനുമാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുള്ളത് സയ്യിഉൽ ഹള് അല്ലെങ്കിൽ സ്വാഹിബു തശാഉം, ജീവിതത്തിൽ ധാരാളം നിർഭാഗ്യങ്ങൾക്ക് അനുഭവിച്ച ഒരാളാണ്. സയ്യിഉൽ ഹള്. പിന്നെ സ്വാഹിബു തശാഉം, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ധാരാളം തശാഉം, അപലക്ഷണങ്ങളും പിന്നെ ജീവിതത്തിൽ നിന്ന് നിരാശയൊക്കെ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ഭാര്യയും മക്കളൊക്കെ ജീവിതകാലത്ത് മരിച്ചു, പിന്നെ ധാരാളം സമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്തു. അവസാനം മരിക്കുന്നത് ഇദ്ദേഹത്തെ രാജാവിൻ്റെ ഒരു മന്ത്രി അബുൽ അൽ ഖാസിം ബിൻ ഉബൈദ്, അബുൽ ഹസൻ അൽ ഖാസിം എന്ന് പറയുന്ന മന്ത്രി, ഈ മന്ത്രിയും അദ്ദേഹം തമ്മിലുണ്ടായിരുന്ന ശത്രുത, അതിൻ്റെ പേരിലാണ് ഇദ്ദേഹം അവസാനം വിഷം നൽകപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നത്. ബഗ്ദാദിലാണ് മരിക്കുന്നത്. ഖാത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ വഫാത്ത് ബഗ്ദാദിലായിരുന്നു. അങ്ങനെ ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് അബുൽ ഹസൻ എന്നുള്ള മന്ത്രി ഇദ്ദേഹത്തെ ഇബ്നു റൂമിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിലേക്ക് ക്ഷണിച്ചു. നല്ല ഹൽവ, മധുരമുള്ള ഹൽവയൊക്കെ അവിടെ തയ്യാറാക്കി അങ്ങനെ ഇബ്നു റൂമിക്ക് കൊടുത്തു. ഇബ്നു റൂമിയോട് കഴിക്കാൻ പറഞ്ഞു. ഇബ്നു റൂമി ഇങ്ങനെ കഴിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഇബ്നു റൂമിക്ക് ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി, വിഷം ചേർന്നിട്ടെന്ന് തോന്നുകയും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അബുൽ ഹസൻ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് കളിയാക്കിക്കൊണ്ട്, എങ്ങോട്ടാ പോകുന്നത് എന്ന്. അപ്പോൾ ഇബ്നു റൂമി കാര്യം മനസ്സിലാക്കി, നീ എന്നെ പറഞ്ഞയച്ച ഇലാഹൈസു അർസൽതനി, എന്നെ എങ്ങോട്ടാണോ പറഞ്ഞയച്ചത് അങ്ങോട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വസീർ കളിയാക്കിക്കൊണ്ട് പറയണം, അങ്ങനെയാണെങ്കിൽ സല്ലിം അല അബി, എൻ്റെ ഉപ്പായോട് നീ സലാം പറയണം, മരിച്ചു പോവല്ലേ, എൻ്റെ ഉപ്പയോട് സലാം പറയണം. അപ്പോൾ ഇബ്നു റൂമിയുടെ മറുപടി മാ ത്വരീഖി ഇലാ ജഹന്നം, അതിന് ഞാൻ പോകുന്നത് നരകത്തിലേക്കല്ല എന്ന രസകരമായ മറുപടിയും അതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നു. പിന്നെ പറയപ്പെട്ടത് ബുഹ്തിരിയാണ്, അൽ ബുഹ്തിരി. അബുൽ വലീദ് ഉബാദ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അൽ ബുഹ്തിരി. ബുഹ്തിരി അബു ഉബാദ അൽ വലീദ്, അബുൽ വലീദ് ഉബാദ എന്നല്ല, അബുൽ ഉബാദ അൽ വലീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 204 മുതൽ 280 വരെയാണ് ബുഹ്തിരിയുടെ കാലഘട്ടം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് കവിതകൾക്ക് സലാസിലു ദഹബ് എന്നാണ് പേര് പറയുന്നത്, സലാസിലു ദഹബ്. ഓക്കെ. പിന്നെ അബസുൽ വലീദ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെ മാരി ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. മാരിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്നമ ഷാഇറു അൽ ബുഹ്തിരി എന്ന് അബുൽ അല അൽ മാരി പറഞ്ഞു. മാരി ഇദ്ദേഹത്തിൻ്റെ കവിതകളെ അബസുൽ വലീദ് ഫി ഷറഹി ദീവാനി അബു ഉബാദുൽ വലീദ്, അബസുൽ വലീദ് എന്ന പേരിൽ മാരി ഇദ്ദേഹത്തിൻ്റെ ദീവാന് ഷറഹ് ചെയ്തിട്ടുണ്ട്. മാരി ഇദ്ദേഹത്തിൻ്റെ ദീവാൻ ഷറഹ് ചെയ്തതിൻ്റെ പേരാണ് അബസുൽ വലീദ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു ഷാഇറു ത്വയ്ഫ് എന്ന ലഖബ് നൽകപ്പെടാറുണ്ട്. ഷാഇറു ത്വയ്ഫ്. ഇദ്ദേഹത്തിൻ്റെ വസ്ഫിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. കിസ്രയുടെ ഈവാന്, മുത്തവക്കിലിൻ്റെ ബിർക്കത്ത്, ഇതൊക്കെ ഇദ്ദേഹം വസ്ഫ് ചെയ്ത കവിതകൾ കൂടുതൽ പ്രസിദ്ധമാണ്. പിന്നെ ഖാദിൽ ഫാദിൽ 526, ഖാദിൽ ഫാദിൽ 526 തൊട്ട് 596 വരെയാണ് ഖാദിൽ ഫാദിൽ. അബ്ദുർ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു. ഖാദിൽ ഫാദിലാണ് നമ്മുടെ ചോദ്യത്തിൽ. മദീനത്തു അസ്ഖലാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്.
അദ്ദേഹം മരണപ്പെടുന്നത് കൈറോയിലാണ്, ഈജിപ്തിലെ കൈറോയിലാണ് മരണപ്പെടുന്നത്, പക്ഷെ ജനിക്കുന്നത് ഫലസ്തീൻ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഫലസ്തീനിലെ അസ്കലാനുമായി ബന്ധമുള്ള സാഹിത്യകാരനാരാണ്? ഖാദിൽ ഫാദിലാണ് ശരിയായ ഉത്തരം. 109ാമത്തെ ചോദ്യം, അശ്ശാഇറുല്ലദീ തഹദ്ദസ അൻ ഉംരിഹി ഫീ ശിഅരിഹി. ഇതൊരു കവിതയാണ്. ഈ കവിതയിൽ ഒരു കവി തൻ്റെ വയസ്സിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ബദാലിയ അന്നി അഇശ്തു 90 ഹജ്ജതൻ തിബഅൻ വഅശറൻ അഇശ്തുഹാ വസമാനിയ. ബദാലി എനിക്ക് തോന്നുന്നത്, അന്നി അഇശ്തു ഞാൻ ജീവിച്ചു, 90 ഹജ്ജതൻ 90 വർഷം ഞാൻ ജീവിച്ചു, 90 വർഷം ഞാൻ ജീവിച്ചു, പ്ലസ് തിബഅൻ തുടർച്ചയായിട്ട്, വഅശറൻ പിന്നെ 10 വർഷവും ജീവിച്ചു, വസമാനിയൻ പിന്നെ 8 വർഷവും ജീവിച്ചു. ഓക്കെ, ബദാലി അന്നി അഇശ്തു 90 ഹജ്ജതൻ തിബഅൻ തുടർച്ചയായിട്ട് 90 ഞാൻ ജീവിച്ചു, വഅശറൻ അഇശ്തുഹ പിന്നെ 10 വർഷവും പിന്നെ 8 വർഷവും, അങ്ങനെ ഞാൻ 118 വർഷം ജീവിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇത് ആരെക്കുറിച്ചാണെന്നാണ്? ഇത് സുഹൈർ ബിൻ അബി സുൽമ. സുഹൈർ ബിൻ അബി സുൽമ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വയസ്സിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കവിയായിരുന്നു. സഇംതു തകാലീഫൽ ഹയാത്തി, അദ്ദേഹം 80 വയസ്സായപ്പോൾ പാടിയതാണ്. സഇംതു തകാലീഫൽ ഹയാത്ത്, എനിക്ക് ജീവിതത്തിൻ്റെ ഈ ക്ലേശങ്ങൾ എനിക്ക് മടുത്തുപോയി. വമൻ യഇസ് 80 ഹൗലൻ, 80 വർഷത്തോളൊക്കെ ജീവിച്ച ലാ മഹാലത യസ്അമി, നിസ്സംശയം മടുപ്പ് വരൂലേ എന്ന്. ഷാഇറുൻ മുഅമ്മർ, ഷാഇറുൻ മുഅമ്മർ കൂടുതൽ വയസ്സ് ഉണ്ടായ കവികൾ അവർക്കാണ് ഷാഇർ മുഅമ്മർ, 100 സെഞ്ചുറി അടിക്കുന്ന ആളുകൾക്ക്. ഷാഇറുൻ മുഅമ്മർ കൂടുതൽ വയസ്സ് ലഭിക്കുന്ന കവികൾക്കാണ് ഷാഇർ മുഅമ്മർ എന്ന് പറയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സുഹൈർ ബിൻ അബി സുൽമ. അദ്ദേഹത്തിൻ്റെ വരിയാണ്. അദ്ദേഹം മറ്റു വരികളിലും സമാനമായ വിഷയം പറഞ്ഞിട്ടുണ്ട്. 80 വയസ്സായ സമയത്ത് സഇംതു തകാലീഫൽ ഹയാത്തി വമൻ യഇഷ് 80 ഹൗലൻ ലാ മഹാലത യസ്അമി. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ ആദ്യത്തെ വരി, അമിൻ ഉമ്മി ഔഫ ദിംനത്തുൽ ലം തകല്ലമി ബിഹൗമാനത ദുറാജി ഫൽ മുതസല്ലിമി. പിന്നെ ഇത് ഷാഇറുൽ ഹക്കീമാണ്. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നില്ല. ഷുഅറാ മുഅമ്മറൂൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഒന്ന് സുഹൈർ ഉണ്ട്, സുഹൈർ ബിൻ അബി സുൽമ. പിന്നെ എന്ന പോലെ തന്നെ ലബീദ് ബിൻ റബിയ, ലബീദ് ബിൻ റബിയ ജാഹിലി കവിയായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. ലബീദ് ബിൻ റബിയ, ലബീദ് ബിൻ റബിയ മുസ്ലിം ആയതിനു ശേഷം പിന്നീട് ആകെ ഒരൊറ്റ കവിതയെ ചൊല്ലിയിട്ടുള്ളൂ. പിന്നെ കവിത മുഴുവൻ ഉപേക്ഷിച്ചു. പിന്നെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു ലബീദ് ബിൻ റബിയ. അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർവാല എന്നാണ് അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം ആകെ വരെ ഒരു പരിപാടി ചെയ്ത്. അൽഹംദുലില്ലാ, അള്ളാഹുനാണ് സർവ്വസ്തുതിയും. ഇത് ലം യഅ്തിനി അജലി, എൻ്റെ മരണം വന്നിട്ടില്ല, ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർവാല, ഇസ്ലാമിൻ്റെ ഈ ഒരു മേലങ്കി അണിയുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയില്ലല്ലോ, ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ചൊല്ലുന്നുണ്ട്. ലബീദ് ബിൻ റബിയ ഒരു വരിയിൽ പാടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വയസ്സ്, വലഖദ് സഇംതു മിനൽ ഹയാതി വതൂലിഹ, ഈ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തിൽ നിന്ന് ഞാൻ മടുത്തുപോയി. വഅമിർതു മിൻ അദദി സിനീന മിഈന, ഞാൻ 100 വയസ്സിൻ്റെ അപ്പുറം ഞാൻ മറികടന്നിട്ടുണ്ട്. ഇദ്ദേഹം 160 വയസ്സ് വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. 160 ഉണ്ട്, ചില റിവായത്തുകൾ 145 ഉണ്ട്, 155 ഉണ്ട്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു 150ൻ്റെ മുകളിൽ, 150ൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് വയസ്സുണ്ടായിരുന്നു ലബീദ് ബിൻ റബിയക്ക്. പിന്നെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഈ ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഹസ്സാൻ ബിൻ സാബിത്ത്, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുള്ളത് ആഷ ഫിൽ ജാഹിലിയത്തി 60 വഫിൽ ഇസ്ലാമി 60. ജാഹിലിയത്ത് 60 വയസ്സ് ജീവിക്കുകയും മുസ്ലിം ആയതിനു ശേഷം വീണ്ടും 60, അങ്ങനെ 120 വയസ്സ് അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്ത ഒരാളാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ അശ്ശാഇറുൽ മുഅമ്മർ എന്ന് ഇവർക്ക് പറയപ്പെടുകയും ചെയ്യും. 110ാമത്തെ ചോദ്യം, സിൽമാ ഫിൽ ഖായിമ ഹംസ ബ രണ്ടും ചേരുംപടി ചേർക്കാനാണ്. അഹ്മദ് അമീൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ഗ്രന്ഥങ്ങളാണ് താഴെ പറയപ്പെട്ടത് മുഴുവൻ. അഹ്മദ് അമീൻ ഈജിപ്ത്യൻ എഴുത്തുകാരനാണ്. മുഫക്കിറൂണ വ അദീബും ഒക്കെ ആയിരുന്നു അഹ്മദ് അമീൻ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അഹ്മദ് അമീൻ 1886 മുതൽ 954 വരെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം അദീബുൻ മുഫക്കിറുൻ ചിന്തകനുമായിരുന്നു. മിസ്രിയുൻ ഈജിപ്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ്, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അതിൽ ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം എന്ന ഓരോ പാട്ടുകളാണ്. ഫജ്ർ പ്രഭാതം, പിന്നെ ലുഹ സമയം,
പിന്നെ ലുഹുറുൽ ഇസ്ലാം. അപ്പോൾ ഇസ്ലാം തുടങ്ങുന്ന നബി തങ്ങളുടെ കാലം, പിന്നെ അതിനുശേഷം ഖിലാഫ റാഷിദ, പിന്നെ അതിനുശേഷം ഉമവി ഭരണകൂടം, അബ്ബാസി ഭരണകൂടം, ലുഹുറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം, ഇതൊക്കെ എല്ലാം അൽ ഇസ്ലാമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് വർക്ക്സ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ ലുഹൽ ഇസ്ലാം എന്ന് പറയുന്നത് ചരിത്രമാണ്, ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ്. പിന്നെ ഹയാത്തി എന്ന് പറയുന്നത് അഹ്മദ് അമീൻ്റെ ഹയാത്തി, അദ്ദേഹത്തിൻ്റെ സീറദാത്തിയാണ് ഹയാത്തി. ഫൈലുൽ ഖാത്തിർ എന്നുള്ളത് അൽ അദബ്, ഫൈലുൽ ഖാത്തിർ സാഹിത്യമാണ്. ഫൈലുൽ ഖാത്തിർ യഥാർത്ഥത്തിൽ അതൊരു മജ്മൂ മഖാലാത്ത്, ധാരാളം അദ്ദേഹത്തിൻ്റെ ഇജ്തിമാഇയ്യ അദബിയൊക്കെ ആയിട്ടുള്ള മക്കാലകളുടെ ഒരു കളക്ഷനാണ്, അദബിയായിട്ടുള്ള ധാരാളം മക്കാലകളാണ്. പിന്നെ ഖാമൂസുൽ ആദാത്ത് വ തഖാലിദുൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ട്രഡീഷൻസ്, അവിടുത്തെ ചര്യകൾ, അതിൻ്റെ ഒരു ഖാമൂസ്, ഒരു ഡിക്ഷണറി അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അൽ മൗസുഅ എൻസൈക്ലോപീഡിയ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെയായിരുന്നു. അതിനെക്കുറിച്ചാണ് ചോദ്യം. ഫൈലുൽ ഖാത്തിർ എന്നുള്ളത് 10 വോള്യംസ് അടങ്ങിയതാണ് ഫൈലുൽ ഖാത്തിർ. അത് മജ്മുഅത്ത് മക്കാല, ധാരാളം അദ്ദേഹത്തിൻ്റെ മക്കാല ആർട്ടിക്കിളുകളുടെ ഒരു കളക്ഷനാണ്. 111ാമത്തെ ചോദ്യം. അഅദ്ദ മുഹമ്മദ് മൻദൂർ റിസാലതഹു, മുഹമ്മദ് മൻദൂർ അദ്ദേഹത്തിൻ്റെ റിസാല PhD ഡോക്ടറേറ്റ് അദ്ദേഹം തയ്യാറാക്കിയത് ബിഉൻവാൻ തയ്യാറാത്തുൻ നഖ്ദിൽ അറബി ഫിൽ ഖർനി റാബിൽ അശർ. തയ്യാറാത്തുൻ നഖ്ദിൽ അറബി, അറബ് നിരൂപണത്തിൻ്റെ വ്യത്യസ്ത ശൈലികളും വ്യത്യസ്ത ഘട്ടങ്ങളുമാണ് അതിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. ഫിൽ ഖർനി റാബി അൽ ഹിജിരി, അപ്പോൾ അബ്ബാസി കാലഘട്ടത്തിൽ ജാഹിലി, ഉമവി, ഇസ്ലാമിയൊക്കെ ആയിട്ടുള്ള നഖ്ദിനെ കുറിച്ചുള്ള പഠനമാണ്. അത് അദ്ദേഹം തയ്യാറാക്കിയത് തഹ്ത ഇഷ്റാഫി, ആരുടെ മേൽനോട്ടത്തിലായിരുന്നു എന്നതാണ് ചോദ്യം. അത് അഹ്മദ് അമീൻ്റെ മേൽനോട്ടത്തിലാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആൾ അഹ്മദ് അമീൻ ആയിരുന്നു, ഫജ്റുൽ ഇസ്ലാം ദുഹൽ ഇസ്ലാം. അഹ്മദ് അമീൻ്റെ മേൽനോട്ടത്തിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്വഹ ഹുസൈനൊക്കെ ആ സമയത്ത് അധ്യാപകനായിരുന്നു. ഇദ്ദേഹം ഈജിപ്തിൽ അധ്യാപകനായിരുന്ന സമയത്ത് ത്വഹ ഹുസൈനുണ്ട്, അഹ്മദ് അമീൻ, ഇവരൊക്കെ അധ്യാപകരാണ്. അങ്ങനെ അഹ്മദ് അമീനാണ് ഇദ്ദേഹത്തെ കൂടുതൽ തശ്ജീ ചെയ്തത് ഇങ്ങനെ PhD ചെയ്യാനും. അങ്ങനെ അവസാനം അഹ്മദ് അമീൻ്റെ തന്നെ ഇഷ്റാഫിലായിട്ട് ഇദ്ദേഹം നടത്തുകയും ചെയ്തു ഈ PhD. പിന്നീട് ത്വഹ ഹുസൈനും അഹ്മദ് അമീനൊക്കെ തമ്മിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ത്വഹ ഹുസൈൻ ഈ PhD അംഗീകരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് പല ജോലികളും വന്ന സമയത്ത് ഇദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് തടഞ്ഞത് ത്വഹ ഹുസൈൻ ആയിരുന്നു. തമ്മിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ പരാമർശിക്കപ്പെടാറുണ്ട്. മുഹമ്മദ് മൻദൂർ നഖ്ദിലെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. മുഹമ്മദ് മൻദൂർ 907 മുതൽ 965 വരെയാണ് മുഹമ്മദ് മൻദൂർ. പിന്നെ അദ്ദേഹം ഈജിപ്തുകാരനാണ്. ഹസല അല ദുക്തൂറ മിൻ ജാമിഅത്തുൽ ഖാഹിറ, ഈ ഡോക്ടറേറ്റ് അദ്ദേഹം നേടിയത് ദുക്തൂറ ജാമിഅത്തുൽ ഖാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ആദ്യത്തെ പേര് ജാമിഅത്തു ഫുആദുൽ അവ്വൽ എന്നായിരുന്നു. ജാമിഅത്തുൽ ഖാഹിറ എന്നതാണ് ഇന്നത്തെ പേര്, ജാമിഅത്തുൽ ഖാഹിറ. അതിൻ്റെ ആദ്യത്തെ പേര് അദ്ദേഹം PhD ഒക്കെ കരസ്ഥമാക്കുന്ന സമയത്ത് ജാമിഅത്തുൽ ഫുആദുൽ അവ്വൽ, അൽ അവ്വൽ എന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം PhD കരസ്ഥമാക്കിയത്. തഹ്ത ഇഷ്റാഫി അഹ്മദ് അമീൻ്റെ തഹ്ത ഇഷ്റാഫി അഹ്മദ് അമീൻ. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ പഠനം തന്നെ അത് ഒരു പുസ്തകമായിട്ട് അന്നഖ്ദുൽ മൻഹജി ഇൻദൽ അറബ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നഖ്ദുൽ മൻഹജി ഇൻദൽ അറബ്. ഓക്കെ, അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു PhD പഠനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. പിന്നെ ഇത് ത്വഹ ഹുസൈൻ അംഗീകരിക്കാതെ പോയി. പിന്നെ അതിൻ്റെ പേരിൽ അവിടെ ഇദ്ദേഹത്തിന് പല ജോലികളും നഷ്ടപ്പെട്ടു എന്നൊക്കെ കാണാം. 112ാമത്തെ ചോദ്യം. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ആരെ ബാധിക്കുന്നതാണ് എന്നതാണ്. ജരീർ അഖ്തൽ ഫറസ്ദഖ് അസാലൂസു ഷഅരി ഫിൽ അസ്രിൽ ഉമവി, ജരീർ അഖ്തൽ ഫറസ്ദഖ്. പിന്നെ ഉമർ ബിൻ അബി റബിയയും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഏറ്റവും ഇവർ മുമ്പുള്ള ആളാണ് ഉമർ ബിൻ അബി റബിയ. ഉമവി കാലഘട്ടത്തിൽ നിന്ന് തന്നെ പറയാം അദ്ദേഹം ഉള്ള ആളായിരുന്നു, ഇസ്ലാമി കാലഘട്ടത്തിലുള്ള ആളാണ് ഉമർ ബിൻ അബി റബിയ. ഓക്കെ, അപ്പോൾ ഇവരെ കുറിച്ചുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്നാമത്തെ നോക്കാം. മാസാല ഹാദൽ ഖുറശി,
ഈ ഖുറൈശിക്കാരൻ യഹ്ദി അദ്ദേഹം മോശവർത്താനങ്ങൾ പറയുന്നു, അങ്ങനെ ഹത്താ ഖാല ഷിർ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു കവിത ചൊല്ലുകയും കവിയായി മാറുകയും ചെയ്തു. ഇദ്ദേഹം തമ്മാടിത്തരം പറഞ്ഞ് കവിയായി മാറി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഉമർ ബിൻ അബി റബിയയെ കുറിച്ച് പറയുന്നതാണ്. ഉമർ ബിൻ അബി റബിയയെ കുറിച്ച് ഉമർ ബിൻ അബി റബിയ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ജനിച്ചതാണ്. ഹിജ്റ 23 ജനിക്കുകയും 93 ഉമവി കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഉമർ ബിൻ അബി റബിയ. ഇദ്ദേഹം ഷാഇറുൻ ഖുറൈശി ഗോത്രത്തിൽ തന്നെ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ സെയിം ഗോത്രത്തിലാണ്. ഷാഇറുൻ ഖുറൈശിയുൻ. പിന്നെ ലം യകുൻ ഫി ഖുറൈശിൻ അശ്അറ മിൻഹു പറയപ്പെടാറുണ്ട്. ഖുറൈശിലെ അശ്അറു ഖുറൈശിലെ ഏറ്റവും നല്ല കവി ഇദ്ദേഹമായിരുന്നു. അശ്അറു ഖുറൈശ്. പിന്നെ വുലിദ ഫിൽ ആമിൽ ലദി തൂഫിയ ഫി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന് ജനിച്ച വർഷം എന്ന് മാത്രമല്ല ആ ദിവസം സെയിം ഡേ. അതുകൊണ്ട് തന്നെ ആളുകൾ പറയാറുണ്ടായിരുന്നു ആ രാത്രിയിൽ തന്നെ ആയതുകൊണ്ട് സഹഖൽ ഹഖ് വലഹറൽ ബാത്തിൽ, ലഹറൽ ഹഖ് വ സഹഖൽ ബാത്തിൽ എന്ന് വിശുദ്ധമായ ഖുർആനിലെ ഒരു പ്രയോഗമാണ്. അത് നേരെ തിരിച്ചവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഹഖാണ്, സഹഖൽ ഹഖ് ആ ഒരു സത്യം മാഞ്ഞു, ലഹറൽ ബാത്തിലു ഒരു ബാത്തിൽ. ഉമർ ബിൻ അബി റബിയ എന്നുള്ള തമ്മാടിയായിട്ടുള്ള ഒരു കവിയാണ് ജനിച്ചു പോയത്. അല്ലെങ്കിൽ അയ്യു ഹഖിൻ റുഫിഅ വ അയ്യു ബാത്തിലിൻ വുളിഅ എന്നും അതിനെക്കുറിച്ച് ആളുകൾ സ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇദ്ദേഹം മൗസിമുൽ ഹജ്ജ് സീസൺ ഇദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ഹജ്ജ് സീസണിൽ ധാരാളം ആളുകൾ മക്കയിലേക്ക് വരും, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പോൾ അവരൊക്കെ നോക്കിയിട്ട് ഇദ്ദേഹം ഗസലുൻ ഫാഹിഷ്, മോശപ്പെട്ട ഗസൽ, ഇദ്ദേഹം ഗസലായിരുന്നു, പക്ഷേ ഗസൽ ഫാഹിഷ്, ഗസൽ അഫീഫ് അല്ല, ഗസൽ ഫാഹിഷിൻ്റെ ആളായിരുന്നു ഉമർ ബിൻ അബി റബിയ. അദ്ദേഹം പറയുന്നത് ഈ കൊല്ലം മുഴുവൻ ഹജ്ജായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം പറയും. ഇദ്ദേഹം സ്ത്രീകളെ മാത്രമാണ് മദ്ഹ് ചെയ്യാറുള്ളത്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നുള്ള രാജാവ് ചോദിക്കുന്നുണ്ട്, മാ യംദഹുക മിൻ മദ്ഹിന മാ യംനഉക, എന്താ ഞങ്ങളെ രാജാക്കന്മാർ വന്ന് നീ മദ്ഹ് പറയാത്തത്? അപ്പം അദ്ദേഹം പറയുന്നത് അനല അംദഹു ഇല്ല നിസാ, എനിക്ക് സ്ത്രീകളെ മാത്രമേ മദ്ഹ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അനല അംദഹു ഇല്ല നിസ, ഞാൻ സ്ത്രീകളെ മാത്രമേ മദ്ഹ് ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് രാജാവിനോട് പറയുന്നുണ്ട്. അവസാനം ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ നാട് കടത്തുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആളുകളുടെ പരാതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹം ഇലാ ജസീറത്തു ദഹ്ലക് എന്ന ദ്വീപിലേക്ക് ഇദ്ദേഹത്തെ നാട് കടത്തി. ഓക്കെ, ഇതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്, മാസാൽ ഹാദൽ ഖുറൈശി, ഈ ഖുറൈശിക്കാരൻ യഹ്ദി ഹത്താ ഖാല ഷിർ, അദ്ദേഹം ഇങ്ങനെ തമ്മാടിത്തരം പറഞ്ഞ് അവസാനം കവിത ചൊല്ലി. ഇനി അദ്റക്തുഹു വലഹു നാബുൻ വലൗ അദ്റക്തുഹു വലഹു നാബാനി ലഅകലനി എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇത് പറഞ്ഞിട്ടുള്ളത് ജരീറാണ് പറഞ്ഞിട്ടുള്ളത്. ജരീർ പറഞ്ഞത് അഖ്തലിനെ കുറിച്ചാണ്. ഓക്കെ, ഈ മസാല ഹാദൽ ഖുറൈശിയു എന്ന ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതും ജരീറാട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ജരീറാണ്. ജരീർ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നാണ് ചോദ്യം. പറഞ്ഞത് ഉമർ ബിൻ അബി റബിയയെ കുറിച്ച്. അദ്റക്തുഹു വലഹു നാബുൻ വലൗ അദ്റക്തുഹു വലഹു നാബാൻ ലഅകലനി എന്ന് പറഞ്ഞതും ജരീർ തന്നെയാണ്. പറഞ്ഞത് ജരീറാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത് അഖ്തലിനെ കുറിച്ചാണ്. അഖ്തൽ. ഓക്കെ, അഖ്തലിനെ കുറിച്ച് ജരീർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഖ്തലിന് പ്രായമായെത്തിയ സമയത്താണ് ജരീറും അഖ്തലും തമ്മിലുള്ള ഈ ഒരു വിഷയം, ഈ നഖായിലേക്ക് അഖ്തൽ ഇടപെടുന്നത്. അദ്റക്തുഹു വലഹു നാബുൻ വാഹിദ്, അദ്ദേഹത്തിന് ഒരു പല്ല് മാത്രമുള്ള സമയത്താണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടിയത്. വലഹു അദ്റക്തുഹു വലഹു നാബാൻ, 2 പല്ലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോരത്തിളപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ലഅകലനി, അദ്ദേഹം എന്നെ ഭക്ഷിക്കുമായിരുന്നു എന്ന് ജരീർ അഖ്തലിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഖരിയുൽ ഖുർആൻ, നീ അവനെ ഖുർആൻ ഓത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവന് ഉത്തമം. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അലി റളിയല്ലാഹു അൻഹു ഫറസ്ദഖിനെ കുറിച്ച്, ഫറസ്ദഖിൻ്റെ പിതാവ് അദ്ദേഹത്തെ ഹമ്മാമു ബിൻ ഗാലിബാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, ഗാലിബ് ബിൻ സഅസ. അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ മോനാണ്, അദ്ദേഹം കവിതയൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫറസ്ദഖിൻ്റെ പിതാവിനോട് അലി റളിയല്ലാഹു പറഞ്ഞതാണ്, എങ്കിൽ അഖരിയുൽ ഖുർആൻ, അവനെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. ഫഹുവ ഖൈറുൽ ലഹു, അതാണ് നല്ലത്.
ഇന്നമാ അൻതലിൽ ഹജ്ജാജ്, ഇന്നമാ അൻതലിൽ ഹജ്ജാജ്, നീ ഹജ്ജാജിനുള്ളതാണ്. ഇത് പറഞ്ഞത് അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നുള്ള രാജാവ് പറഞ്ഞതാണ്. ഇത് പറഞ്ഞത് ജരീറിനെ കുറിച്ചാണ്. ജരീറിനെ കുറിച്ച് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നുള്ള രാജാവ് പറഞ്ഞതാണ്. അതായത് ജരീറിനെ രാജാവിൻ്റെ ഹജ്ജാജിൻ്റെ ഒരു കവിയായിരുന്നു ജരീർ. ഹജ്ജാജിൻ്റെ കൂടെയുള്ള കവിയാണ്. അങ്ങനെ ഹജ്ജാജ് ഒരു കവിയെ രാജാവിൻ്റെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തു. ഹജ്ജാബ് ഗവർണറാണ്. ഗവർണർ രാജാവിന് മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിയെ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കവിതകളൊക്കെ പാടി. ആ കവിതകളൊക്കെ പാടിയ സമയത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറഞ്ഞു, ഇന്നമാ അൻതലിൽ ഹജ്ജാജ്, നീ ഹജ്ജാജിനുള്ളത് തന്നെയാണ്, ഹജ്ജാജിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ പറയുകയും ഇദ്ദേഹത്തെക്കുറിച്ച് ജരീറിനെ കുറിച്ച് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ആളുകളെ കുറിച്ചൊക്കെ ഉമർ ബിൻ അബി റബിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജരീറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജരീർ ഇവരൊക്കെ ശുഅറാ ഉൻ നഖാഇൽ ഹിജ്റ 33 മുതൽ 110 വരെയായിരുന്നു ജരീർ. അബൂ ഹിർസ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. അബൂ ഹിർസ, പേര് ജരീർ ബിൻ അത്തിയ. പിന്നെ ലാസമൽ ഹജ്ജാജ് സുഹാ 20 സന, ഹജ്ജാജിൻ്റെ കൂടെ 20 വർഷത്തോളം ഇദ്ദേഹം ഹജ്ജാജിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹജ്ജാജിൻ്റെ കൂടെ 20 സന, 20 വർഷം ഹജ്ജാജിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹജ്ജാജ് അവസാനം ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഹജ്ജാജിൻ്റെ രാജാവായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഖീല ഇന്നഹു ഹജാ വഹസമ 80 ഷാഇറൻ ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 80ഓളം കവികളുമായിട്ട് ഇദ്ദേഹം സംഘടനത്തിൽ ഏർപ്പെടുകയും വാക്ക് തർക്കങ്ങളിൽ അങ്ങനെ അവരൊക്കെ മികച്ചു നിന്നു, അവരൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇല്ലൽ അഖ്തൽ വൽ ഫറസ്ദഖ്, അഖ്തലും ഫറസ്ദഖ് ഒഴികെ അവർ മൂന്നാളുള്ളതിൽ പരാജയപ്പെടുത്തിയവർ അവർ പരസ്പരമുള്ള വാക്ക് തർക്കങ്ങൾ എപ്പോഴും നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ജരീറും ഫറസ്ദഖും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും റസാഉ ജരീർ ലിൽ അഖ്തൽ, റസാഉ ജരീർ ലിൽ ഫറസ്ദഖ്, ഫറസ്ദഖ് മരിച്ച സമയത്ത് ജരീർ വന്നിട്ട് ഫറസ്ദഖിൻ്റെ ഒരു റസാ പാടുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനം ലഅംരി ലഖദ് അഷ്ജാ തമീമൻ വഹദ്ദഹു അലാ നാകബാത്തി ദഹ്രി മൗത്തുൽ ഫറസ്ദഖി എന്ന കവിത പാടുന്നുണ്ട്. പിന്നെ 40 വർഷത്തോളം ജരീറും ഫറസ്ദഖും തമ്മിൽ 40 വർഷം ജരീർ ഫറസ്ദഖ് ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ജരീർ ഫറസ്ദഖ്. ഓക്കെ, പിന്നെ ഫറസ്ദഖിനെ കുറിച്ച് പറയുമ്പോൾ അൽ ഫറസ്ദഖ് അബൂ ഫിറാസ് ഹമ്മാം ബിൻ ഗാലിബ്, അബൂ ഫിറാസ് ഹമ്മാമു ബിൻ ഗാലിബ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഗാലിബ്, പിതാവിൻ്റെ വല്യാപ്പാൻ്റെ പേര് ഗാലിബ് ബിൻ സ്വഅ. അദ്ദേഹത്തിൻ്റെ സ്വഅ എന്ന് പറയുന്ന വല്യാപ്പ കാന മുഹ്യിൽ മൗഊദാത്ത്, ജീവനോട് കൂടെ കൊഴിച്ചപ്പെടുന്ന പെൺകുട്ടികൾ അവരെ ജീവിപ്പിക്കുന്ന ആളായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സംരക്ഷിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വഅ. അത്ര ഒരു ഉദാഹരണം മനസ്കനായിരുന്നു. പറയപ്പെടാറുണ്ട് ലൗലാ ഷിഅറുൽ ഫറസ്ദഖ്, ഫറസ്ദഖിൻ്റെ കവിതകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലദഹബ സുലുസുൽ അറബിയ, അറബി ഭാഷയുടെ 1/3 നഷ്ടപ്പെടുമായിരുന്നു. ലൗലാ ഷിഅറുൽ ഫറസ്ദഖ് ലദഹബ സുലുസുൽ അറബിയ, ലദഹബ സുലുസുൽ ലുഗത്തിൽ അറബ്, അറബികളുടെ പകുതിയും നഷ്ടപ്പെടാറുണ്ടായിരുന്നു. ഇദ്ദേഹം കാന ലാ യുൻഷിദു ഇല്ലാ ഖായിദൻ, ഇദ്ദേഹം യുൻഷിദു ഖായിദൻ, ഇരുന്നിട്ടാണ് ഖലീഫമാരുടെ മുമ്പിൽ പോലും യുൻഷിദു ഖായിദൻ, ഇദ്ദേഹം ഇരുന്നിട്ടേ കവിത പാടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്വയം ഒരു അഹങ്കാരവും അഭിമാനവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു ഫറസ്ദഖ്. 20 മുതൽ 110 വരെയാണ് അദ്ദേഹത്തിന്. പിന്നെ അഖ്തലിനെ കുറിച്ച് പറയുമ്പോൾ അഖ്തൽ ഷാഇറുൻ നസ്രാനിയുൻ, തഗ്ലബ് ഗോത്രത്തിലാണ്. ഷാഇറുൻ തഗ്ലബിയുൻ നസ്രാനിയുൻ. അഖ്തൽ 19 to 192,
1992 ഹിജറ 19 മുതൽ 92 വരെയാണ് അഖ്തൽ. അബൂ മാലിക് ഗിയാസ് ബിൻ ഗൗസ്, അഖ്തലിന്റെ പേര് അബൂ മാലിക് ഗിയാസ് ബിൻ ഗൗസ്. അഖ്തലിന്റെ പേര് ഗിയാസ്. ഷാഇർ ബനി ഉമയ്യ, ബനു ഉമയ്യ ഗോത്രത്തിന്റെ ഷാഇർ ആയിരുന്നു. അതിന്റെ ലഖബാണ് അദ്ദേഹത്തിന് ഷാഇർ ബനി ഉമയ്യ. അൻസാരികളെ അദ്ദേഹം ആക്ഷേപ കാവ്യം ചൊല്ലിയിട്ടുണ്ട്. അത് പ്രസിദ്ധമായ ഒരു കവിതയാണ്. ഷാഇർ ബനി ഉമയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹജൽ അൻസാറ, അൻസാരികളെ ഹിജാബ് പറയാനുള്ള ഒരു കാരണം നബിയെ സഹായിച്ച ആളുകളാണ് അൻസാരികൾ. അവരും ബനു ഉമയും തമ്മിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ബനു ഉമയുടെ കവി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് അവസാനം അൻസാരികളെ ആക്ഷേപിച്ചുകൊണ്ട് കവിത ചൊല്ലിയത്. ദഹബത്ത് ഖുറൈശുൻ ബിൽ മകാരിമി വൽ ഉല വല്ലുഉമു തഹ്ത അമാഇമിൽ അൻസാരി എന്ന് തുടങ്ങുന്ന കവിത അഖ്തൽ ചൊല്ലുന്നത്. അൻസാരികൾ ആക്ഷേപിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അവസാനം പിന്നെ അവർ കണ്ടെത്തിയ ഒരാളായിരുന്നു അഖ്തൽ. അഖ്തലിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം സാധിക്കുകയും ചെയ്തു. ഇതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ആണ്. അഖ്തലിൻ്റെ തന്നെ ഒരു കോട്ടിങ്, അഖ്തൽ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അഖ്തൽ പറഞ്ഞതാണ്. അഖ്തൽ ഈ ഫറസ്ദഖ് ജരീർ തമ്മിലുള്ള സംഘട്ടനത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു. അഖ്തലിന്റെ പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞയച്ചു ജരീറിനെയും അഖ്തലിനെയൊക്കെ കേട്ട് പഠിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അൽ ഫറസ്ദഖു യൻഹതു മിൻ സഖർ, ഫറസ്ദഖ് യൻഹതു മിൻ സഖർ, പാറയിൽ നിന്നും കൊത്തിയെടുത്ത പോലെയാണ് അദ്ദേഹം കവിത ചൊല്ലുന്നത്. കടികെട്ടുള്ള വാക്കുകൾ നല്ല കടഞ്ഞെടുത്ത് സംശുദ്ധമാക്കിയിട്ട് കുറച്ചൊരു പവർഫുൾ ആണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതൊരു കുറച്ചൊക്കെ ഒരു തക്കല്ലുഫ് അതിൽ അനുഭവപ്പെടുന്നുണ്ട്. യൻഹതു മിൻ സഖർ വ ജരീറുൻ യഗ്രിഫു മിൻ ബഹർ, ജരീർ യഗ്രിഫു മിൻ ബഹർ, സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുന്ന പോലെ ലളിതവും സുന്ദരവുമാണ് ജരീറിൻ്റെ കവിതകൾ. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകന് വന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഫറസ്ദഖുൻ യൻഹതു മിൻ സഖർ ജരീറുൻ യഗ്രിഫു മിൻ ബഹർ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഒരു ജഡ്ജ്മെന്റ് നടത്തി. അങ്ങനെയാണെങ്കിൽ അഫ്ളലുഹുമ, സമാനമായ പ്രയോഗം, അൽ ഗാരിഫു മിൻ ബഹർ അല്ലദി യഗ്രിഫു മിൻ ബഹർ, സമുദ്രത്തിൽ നിന്ന് എടുത്തു തരുന്ന ആളാണ് ഏറ്റവും നല്ല കവി. അപ്പോൾ ജരീറിനെ പ്രശംസിച്ചുകൊണ്ട് അഖ്തൽ കവിത ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഫറസ്ദഖ് അറിയുകയും പിന്നെ ഫറസ്ദഖും അഖ്തലും തമ്മിൽ കുറച്ച് ശത്രുത അല്ലെങ്കിൽ കവിതകളൊക്കെ കൂടുകയും ചെയ്തു. 113ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഹംസ് 3 പിന്നെ ബാ 2 തന്നെയാണ് വരുന്നത്. ജീം 4, ദാലു 1 ശരിയായ ഉത്തരം. 113ാമത്തെ ചോദ്യം. അവ്വലു മഖ്തൂലിൻ ഫി ഹർബിൽ ബസൂസ് ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധമായ യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ഹർബുൽ ബസൂസ്, ബസൂസ് എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ്. ആ സ്ത്രീയുടെ പേരിലാണ് ഈ യുദ്ധം അറിയപ്പെട്ടത്. ഹർബുൽ ബസൂസ്. തഗ്ലബ് ബക്കർ എന്ന 2 ഗോത്രം, തഗ്ലബ് ബക്കർ, ഈ 2 ഗോത്രങ്ങൾക്കിടയിലായിരുന്നു ഹർബുൽ ബസൂസ് ഉണ്ടായിരുന്നത്. 40 വർഷം നീണ്ടു നിന്നു എന്ന് പറയപ്പെടുന്ന യുദ്ധം. ഒരു ഒട്ടകം അപ്പുറത്തുള്ള തൊടിയിൽ നിന്ന് കഴിച്ചതിൻ്റെ പേരിൽ 40 വർഷത്തോളം യുദ്ധം ചെയ്ത എന്ന് നമ്മൾ പ്രസംഗിക്കാറുള്ള അല്ലെങ്കിൽ കേൾക്കാറുള്ള ഈ ഒരു യുദ്ധം ഹർബുൽ ബസൂസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ബസൂസ് എന്നുള്ളൊരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം ബസൂസിൻ്റെ ഈ ഒരു ബസൂസ് ബക്കർ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ബസൂസ്. ബക്കർ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ബസൂസ്. ബസൂസിൻ്റെ ഒരു ഒട്ടകം തഗ്ലബ് ഗോത്രത്തിൽപ്പെട്ട കുലൈബ് എന്ന് പറയപ്പെടുന്ന ആൾ, കുലൈബ് എന്ന് പറയപ്പെടുന്ന ആളുടെ തോട്ടത്തിൽ നിന്ന് ഈ ഒട്ടകം പുല്ല് ഭക്ഷിച്ചതാണ് പ്രശ്നം, അതിൻ്റെ ആധാരം. അപ്പോൾ തഗ്ലബ് ഗോത്രത്തിൽപ്പെട്ട കുലൈബ് അദ്ദേഹം തഗ്ലബാണ്. അദ്ദേഹത്തിൻ്റെ തൊടിയിൽ നിന്ന് ബക്കർ ഗോത്രത്തിൽപ്പെട്ട ബസൂസ് എന്ന് പറയപ്പെടുന്ന സ്ത്രീ, ബസൂസ്, ഈ സ്ത്രീയുടെ നാക്കത്ത്, ഒട്ടകം ഭക്ഷണം കഴിച്ചു. ഇത് കണ്ട ഉടനെ കുലൈബ് ഒട്ടകത്തെ കൊന്നു. കുലൈബ് ഒട്ടകത്തെ കൊന്ന സമയത്ത് ബസൂസിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള
ജസ്സാസ്. ജസ്സാസ് എന്ന് പറയുന്ന ബസൂസിൻ്റെ തന്നെ കുടുംബം, അവർ തമ്മിലുള്ള ഇബ്നു അമ്മത്താണ്, അവർ ഇബ്നു ഖാലത്ത്. ജസ്സാസ് വന്നിട്ട് തൻ്റെ അമ്മായിയുടെ അല്ലെങ്കിൽ തൻ്റെ മാതൃ സഹോദരിയുടെ ഒട്ടകം കൊന്നതിൻ്റെ പ്രതികാരമെന്നോണം ജസ്സാസ് കുലൈബിനെ വധിച്ചു. ജസ്സാസ് കുലൈബിനെ വധിച്ചതോടുകൂടെ പിന്നെ പ്രശ്നം രൂക്ഷമായി. ഓക്കെ, അപ്പോൾ ആദ്യം കുലൈബ് ബസൂസിൻ്റെ നാക്കത്ത് ഒട്ടകത്തെ കൊന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ജസ്സാസ് അതിന് പ്രതികാരമെന്നോണം കുലൈബിനെ വധിച്ചു. ഈ യുദ്ധം നീണ്ടുനിന്ന് 40 വർഷത്തോളം നീണ്ടുനിന്നു. ഇതിനാണ് ഹർബുൽ ബസൂസ് എന്ന് പറയുന്നത്. ചോദ്യം, അവ്വലു മഖ്തൂലിൻ ഫി ഹർബിൽ ബസൂസ്, ഈ യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെട്ട ആളാരാണ്? അവ്വലു മഖ്തൂൽ ഫിൽ അസ്രിൽ ജാഹിലി കുലൈബ് ബിൻ റബിയ. കുലൈബാണ് ഇതിലെ ആദ്യം വധിക്കപ്പെട്ട ആള്. അദ്ദേഹം ആ നാക്കത്തിനെ കൊന്നു. അതിന് പ്രതികാരമായിട്ട് ജസ്സാസ്, ബസൂസിൻ്റെ എന്താ പറയുക, സഹോദരി പുത്രനായിട്ടുള്ള ജസ്സാസ് കുലൈബിനെ വധിക്കുകയും ചെയ്തു. ഇതാണ് ആധാരം. ഓക്കെ, അപ്പോൾ ഹർബുൽ ബസൂസ് ബക്കർ തഗ്ലബ് എന്നുള്ള 2 ഗോത്രങ്ങൾക്കിടയിലാണ്. പിന്നെ അറബികൾക്കിടയിൽ പ്രസിദ്ധമായ മറ്റു യുദ്ധമാണ് ദാഹിസ് വൽ ഖബറ. ദാഹിസ് വൽ ഖബറ എന്നുള്ളതും 2 കുതിരകളുടെ പേരാണ്, ദാഹിസ് വൽ ഖബറ. ഈ യുദ്ധം നടന്നത് അബ്സ് ദുബിയാൻ എന്നീ 2 ഗോത്രങ്ങൾക്കിടയിലാണ് ദാഹിസ് വൽ ഖബറ യുദ്ധം നടന്നത്. മറ്റൊരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്രായത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അമ്പും വില്ലൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കിനാന ഗോത്രവും ഖൈസ് ഗോത്രവും, നബി തങ്ങൾ കിനാന ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. അതിൽ ഒരു വിഭാഗമാണ് ഖുറൈഷ്. കിനാനയും ഖൈസും തമ്മിലുണ്ടായിരുന്ന യുദ്ധമായിരുന്നു ഹർബുൽ ഫിജാർ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ബുആസ് എന്ന് പറയുന്നൊരു യുദ്ധം, ഹർബുൽ ബുആസ്. ഇത് മദീനക്കാരായിട്ടുള്ള 2 ഗോത്രങ്ങളാണ്, ഔസ് ഖസ്റജ്. ഈ 2 ഗോത്രങ്ങൾ, ഈ ഔസ് ഖസ്റജ് തമ്മിലുള്ള പ്രശ്നം പിന്നീട് ഇസ്ലാം വന്നു, നബി തങ്ങൾ വന്നതിന് ശേഷമൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ തന്ത്രപരമായിട്ട് അവരെ യോജിപ്പിക്കുകയും ആ ഗോത്ര പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുകയും ചെയ്തു. ബുആത്ത് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിലുണ്ടായിരുന്ന യുദ്ധമായിരുന്നു. അവ്വൽ മഖ്തൂല് ശരിയായ ഉത്തരം 3-ാമത്തേതാണ്. 14-ാമത്തെ ചോദ്യം, ഇൽമുൽ അറൂദിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 കോളവും പൂരിപ്പിക്കാനാണ്. വളരെ സിമ്പിളാണ്. ബഹർ മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യമാണ്. മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ എന്നുള്ളത് 4 തവണ ആവർത്തിച്ചു വരുന്ന ഒരു ബഹറാണ്. ഇതിൽ ഓക്കെ, ഈ ബഹർ ബസീത്ത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വസീത്ത് എന്നുള്ളതാണ്, തെറ്റാണ്. ബഹർ ബസീത്ത് എന്ന ബഹറിലാണ് മുസ്തഫഇലുൻ ഫാഇലുൻ എന്നുള്ളത് വരുന്നത്. മുസ്തഫഇലുൻ ഫാഇലുൻ. അടുത്തത് ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തുൻ. ബഹർ ഖഫീഫിൻ്റെ വസനാണ്, സിമ്പിളാണ്. നമ്മൾ ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫാഇലാത്തുൻ മുസ്തഫഇലുൻ, പിന്നീട് അത് സ്ഥിരമായിട്ട് ഇവിടുത്തെ കളയപ്പെടുന്നതാണ്. ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തുൻ മുതഫാഇലുൻ എന്നുള്ളത് 6 തവണ ആവർത്തിച്ച് വരുന്ന ബഹർ. മുതഫാഇലുൻ എന്നുള്ളത് ബഹർ കാമിൽ. മുതഫാഇലുൻ എന്നുള്ളത് ബഹർ കാമിലാണ്. മുഫാഅലത്തുൻ എന്നുള്ളത് ബഹർ മുഫാഅലത്തുൻ വാഫിറാണ്. ഇത് രണ്ടും പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മുഫാഅലത്തുൻ, ഫാ കൊണ്ട് തുടങ്ങുന്നത് മുഫാഅലത്തുൻ, ഇത് വാഫിർ. മുത്തഫാഇലുൻ ഇത് കാമിലും, ബഹർ കാമിലും. അപ്പോൾ വാഫിർ. ഫഊലുൻ മഫാഇലുൻ ബഹർ തവീലാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം ഹംസ 3-ാമത്തേത് വരുന്നത്. ഹംസ 3 വരുന്ന ഓപ്ഷന് നമുക്ക് ഈസിലി നമുക്ക് സമയം ലാഭിക്കുക നമുക്ക് ചെയ്യാം. 1-ാമത് കിട്ടുന്നതോടുകൂടെ തന്നെ കൺഫേം ആയി. ബഹർ ബസീത്താണ്. പിന്നെ ബാ വരുന്നത് 4, ജീം 1ലേക്കാണ് പോകുന്നത്, ദാല് 2ലും. 115-ാമത്തെ ചോദ്യം, അന്നാഖിദുൽ മഅറൂഫ് മുഹമ്മദ് ബിനു സല്ലാം അൽ ജുമഹി തിൽമീദ്. മുഹമ്മദ് ബിൻ സല്ലാം അൽ ജുമഹി എന്ന് പറയുന്ന ഈ പ്രസിദ്ധനായ ഈ നാഖിദ് ഇബ്നു സല്ലാം അൽ ജുമഹി,
ഇബ്നു സല്ലാമുൽ ജുമഹി നമ്മൾ പലപ്പോഴായിട്ട് ഈ പേപ്പറിൽ തന്നെ വന്നു പോയിട്ടുള്ള ഒരാളാണ്. ഇബ്നു സല്ലാം അൽ ജുമഹി. ഇബ്നു സല്ലാമുൽ ജുമഹി അദ്ദേഹം 140 മുതൽ 231 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ തബഖാത്ത് ഫുഹൂൽ ശുഅറാ, ജാഹിലി കാലഘട്ടം മുതൽ അബ്ബാസി കാലഘട്ടം വരെയുള്ള കവികളെ മുഴുവൻ അദ്ദേഹം 10 തബക്കകളാക്കി മാറ്റി. 10 തബക്കകളാക്കി അവരെ മുഴുവൻ ഓരോ ഗ്രേഡ് നിശ്ചയിച്ചുകൊണ്ട് അവരെ അവതരിപ്പിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യപ്പെട്ട ഒരു സംഭാവന. പിന്നെ മസ്അലത്തുൽ ഇൻതിഹാൽ, ഈ കവിതകൾ കോപ്പി അടിക്കുക അല്ലെങ്കിൽ കവിതകൾ യഥാർത്ഥ ആളുകളുടേതല്ലാത്തത് ചേർക്കപ്പെടുന്ന ഈ ഒരു വിഷയം അറബ് സാഹിത്യ നിരൂപണത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ആൾ മസ്അലത്തുൽ ഇൻതിഹാൽ ഇബ്നു സല്ലാമുൽ ജുമഹി. ത്വഹ ഹുസൈനൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിൽ അദബിൽ ജാഹിലി എന്ന് പറയുന്ന ഫിശ്ഇരിൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാര്യമായി അവതരിപ്പിച്ച ഒരു പഠനമാണ് മസ്അലത്തുൽ ഇൻതിഹാൽ. പല കവിതകളും ജാഹിലി കവികളിൽപ്പെട്ട ആളുകളുടേതല്ല, അത് അവരുടെ പേരിലേക്ക് മിസ്റ്റേക്കൺലി ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇബ്നു സല്ലാമുൽ ജുമഹി. ഇബ്നു സല്ലാമുൽ ജുമഹി ഈ ആരുടെ ശിഷ്യനായിരുന്നു എന്നതാണ് ചോദ്യം. ഇബ്നു സല്ലാമുൽ ജുമഹി ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി. ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി ഹിജറ 100 മുതൽ 170 വരെയാണ്. 100-ലാണ് ജനിച്ചത്. അത് 100 എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കും. 100-ലാണ്. പിന്നെ അദ്ദേഹം ഉസ്താദായിരുന്നു. പ്രമുഖർ സീബവൈഹിയുടെ അധ്യാപകനാണ്. പിന്നെ അസ്മഈ, പിന്നെ അൽ കിസായി, ഇബ്നു സല്ലാമുൽ ജുമഹി ഇവരുടെയൊക്കെ അധ്യാപകനാണ്. അറബിയിൽ ആദ്യത്തെ ഡിക്ഷണറി മുഅ്ജമുൽ ഐന്, പിന്നെ വാലിഉ ഇൽമുൽ അറൂള്, ഈ പേരിലൊക്കെ പ്രസിദ്ധനായ ആളാണ് ഖലീൽ ബിൻ അഹ്മദ്. വാലിഉ ഇൽമുൽ അറൂൾ, ഇൽമുൽ അറൂളിൻ്റെ സ്ഥാപകനാണ്. പിന്നെ മുഅ്ജമുൽ ഐൻ, അറബിയിൽ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചത് ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി. പിന്നെ ഓപ്ഷൻ ഉള്ളത് ഇദ്ദേഹം 100 to 170 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇബ്നു സല്ലാമുൽ ജുമഹി മീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഖലീൽ ബിൻ അഹ്മദ്. ഇനി ബാക്കിയുള്ള ആളുകളെ പരിശോധിക്കുന്ന സമയത്ത് അസ്ഫഹാനി 284 മുതൽ 356 വരെയാണ്. അദ്ദേഹം ഒരിക്കലും ആവാൻ ഇടയില്ല. ഇദ്ദേഹം അബുൽ ഫറജുൽ അസ്ഫഹാനി അൽ അഗാനിയുടെ ഓദർ, അൽ അഗാനി, ഓക്കെ, അദ്ദേഹം ഒരിക്കലും ആവാൻ സാധ്യത, കാരണം ഇദ്ദേഹം 231 മരണപ്പെടുന്നുണ്ട്. മുബറദ് പറഞ്ഞാൽ കാമിലിൻ്റെ ഓദറായിട്ടുള്ള മുബറദ് 210 മുതൽ 285 വരെയാണ്. അദ്ദേഹവും കണ്ടുമുട്ടാൻ ഉള്ള അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവാനുള്ള ഒരു പ്രായമല്ല. കാരണം 231 മരണപ്പെടുന്നുണ്ട്. അദ്ദേഹം 210 ജനിക്കുന്നുള്ളൂ. ഒരു 21 വയസ്സ് ഇദ്ദേഹത്തിന് മുബറദിനാകുമ്പോഴേക്കിന് ഇബ്നു സല്ലാമുൽ ജുമഹി മരണപ്പെടുന്നുണ്ട്. പിന്നെ ആമിദി അദ്ദേഹം 370 മരണപ്പെടുന്നത്, കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. ആമിദി 370 വഫാത്താകുന്നത്. ആമിദി ഒരു നിരൂപകനായിരുന്നു, നാഖിദാണ്. അൽ മുവാസനത്തു ബൈനൽ ബുഹ്തിരി അബി തമ്മാം ഇവരെ കമ്പാരിസൺ ചെയ്യുന്ന ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അൽ മുഖ്തലഫ് വൽ മുഖ്തലഫ്, കവികളുടെ പേരിൽ സമാനതകളുള്ള ആളുകൾ ഉണ്ടാകും, പരസ്പരം കൺഫ്യൂഷൻ ആകുന്ന പേരുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അൽ മുഖ്തലഫ് വൽ മുഖ്തലഫ് എന്ന് പറയുന്ന ഗ്രന്ഥം ആമിദിയുടേതാണ്. അപ്പോൾ ഇബ്നു സല്ലാമുൽ ജുമഹി ആരുടെ ശിഷ്യനാണ്? ഈ ഓപ്ഷനിൽ ശിഷ്യനാവാൻ അദ്ദേഹത്തിൻ്റെ മുൻകാലക്കാരനായ ഒരാളാവണമല്ലോ ശിഷ്യനാവണമെന്നെങ്കിൽ. അതുള്ളത് ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി മാത്രമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം അത്. കൂടുതലും രേഖകളിലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവർ തമ്മിലുള്ള പഠനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ കണ്ടിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സാധ്യമായ ഒരു ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി മാത്രമാണ്.